അമ്മ ഇന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ മീൻ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് കപ്പ ഉലർത്തിയെടുത്താലോ? കപ്പയോ? നമുക്ക് ഇന്ന് കപ്പ ഉലർത്താം. അമ്മ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് കപ്പയൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഒക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് മീൻ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം. ഒരു വേൽക്കൊക്കെ പറഞ്ഞു തുടങ്ങമ്മേ. ഹായ്, സുനൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്നാ പരിപാടി? നമുക്കിപ്പം നമ്മൾ കപ്പ ഉലർത്തുവാണ്. ആദ്യം നമുക്ക് കപ്പ അങ്ങ് പൊളിക്കാം. അമ്മ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. കപ്പ കഴുകി ഇനി വാരാമ കപ്പ കണ്ടിച്ചെടുത്തു. കപ്പ കഴുകി വാരി വേറെ പാത്രത്തിൽ മാറ്റാം. മണ്ണിൻ്റെ പോകാനായിട്ട് 1-2 കഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ കപ്പ കഴുകിയെടുത്തു. നമ്മളല്ല, അമ്മ. ഇനി അത് ചെറുതായിട്ട് മുറിച്ചിടാം. ഒന്നും മിണ്ടായില്ലയോ? കപ്പ മുറിക്കല്ലേ? പരിച്ചിട്ട് ഞാൻ ഏറ്റെടുത്തു കട്ടിങ് ബോർഡ് വെച്ച് അരിയാനായിട്ട്. അമ്മ ഇപ്പോൾ കാന്താരി ഉണ്ടോ നോക്കാൻ പോയി. പച്ചമുളകിനേക്കാളും നല്ലത് കാന്താരിയാണല്ലോ. ഇപ്പോൾ കാന്താരിയുടെ സീസണൊന്നുമില്ല, ഉണക്കാണ്. അപ്പോൾ അമ്മ നോക്കിയിട്ട് വരട്ടെ, അപ്പോഴത്തേന് ഞാൻ അരിഞ്ഞ് വെക്കാമല്ലോ. കാന്താരി ഉണ്ടോന്ന്? കാന്താരി ഇല്ലടാ, 1-2 പണി തുടങ്ങിക്കുന്നേ ഉള്ളൂ. ഉണക്കല്ലേ? കാന്താരി ആവുന്നോട് ടേസ്റ്റ് കണ്ടിട്ട് കഴിയും. ഇപ്പം നമ്മൾ മൊത്തം അരിഞ്ഞു കഴിഞ്ഞു. അമ്മ അടുപ്പേ വെള്ളം വെച്ചു. നമുക്കിതുകൊണ്ട് ഇനി വേവാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണോ? അപ്പം നമ്മൾ അടുപ്പേ വെള്ളം വെച്ചു. അതിൽ മഞ്ഞളിട്ട്, നമ്മൾ നാടൻ മഞ്ഞളാണ് കേട്ടോ. അമ്മ മഞ്ഞൾ ഉണങ്ങി പൊടിച്ചതാണ്. നമ്മളിപ്പോൾ കപ്പ വേവാൻ വെച്ചു. ആ സമയം കൊണ്ട് അമ്മ തേങ്ങ ചതച്ചെടുത്തു. തേങ്ങ ആവശ്യത്തിന്, പിന്നെ ഇച്ചിരി 2-3 പച്ചമുളക്, ഇച്ചിരി പെരിഞ്ജീരകം, മഞ്ഞൾ, 2-3 വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, എത്രയാണ് എടുത്തേക്കുന്നത്. ആ തേങ്ങ നമ്മൾ എത്രയാണോ ഇതെടുത്തിരിക്കുന്നത്, കപ്പ എടുത്തിരിക്കുന്നത്, അതിനുള്ള ആവശ്യത്തിനുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചാൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി നമുക്ക് കപ്പ ഇടാം. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ കപ്പ വേവാൻ വെച്ചു. ആ സമയത്ത് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സവോള വേണമല്ലോ. അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിനകത്ത് നമ്മൾ സവോള ഒന്ന് വഴറ്റി ഇതാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ സമയത്ത് സവോള ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പ ഇപ്പോൾ വേവായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെന്തോ നോക്കുവാണ്. നമ്മൾ കപ്പ ഉലർത്തുമായതുകൊണ്ട് ആ ഒരു വേവ് മതി. നമുക്കിനി ഊറ്റിയെടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടോ? പെങ്ങൾ വിളിക്കുന്ന
അത് രാവിലെ ഉച്ച വൈകിട്ട് നിർബന്ധമാണ്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകാൻ തുടങ്ങി. വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇച്ചിരി കടുക് ഇടാം. കടുക് കൂട്ടി നമ്മളിപ്പോൾ അതിനകത്ത് ഉഴുന്ന് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില. ഇനി നമുക്ക് സവോള ചേർക്കാം. സവോള വഴണ്ടി കിട്ടാൻ ആവശ്യത്തിന് ഉപ്പ് കൂട്ടി ഇളകാണ്. അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കാവേ. ഇനി നമുക്ക് കപ്പ ചേർക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. അമ്മ പറയുന്നത് എത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് കപ്പ ഉലർത്തിയത്. കണ്ടോ, അവിടെ ഒരു കയ്യാലമണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടനാ. എങ്ങനെയുണ്ട് കപ്പ ഉലർത്തിയേ? മീൻകറി എങ്ങനെയുണ്ട്? അതിവിടെ നമ്മുടെ കയ്യാല കെട്ടാൻ വന്ന ചേട്ടനാ കേട്ടോ. നമ്മുടെ കയ്യാല തള്ളിപ്പോയിരുന്നു കെട്ടാൻ വന്ന. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവരോടും സത്യസന്ധമായ മറുപടി നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമ്മുടെ കപ്പയിലോടത്ത് ചെയ്ത മീൻകറി ഇന്നുണ്ട് റെഡിയായി. ഉണ്ടോ, നമ്മുടെ കപ്പയിലോടത്ത് ചെയ്ത് മീൻകറിയും കണ്ടോ. ഇപ്പം ആര് വന്നാലും കഴിക്കാം അല്ലേ അമ്മേ? പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളെ കപ്പ ഉയർത്തിയത് മീൻകറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ കപ്പയിലോടത്ത് മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. കഴിച്ചു നോക്കുക, ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ കാണാം. ബൈ.